കരിമംഗലം അതായത് മെലാസ്മ എന്ന് പറയും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫേസിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നൊരു കണ്ടീഷൻ വരാറുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ വെയിലത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ എന്ത് ചെയ്യാറ്, സ്ത്രീകൾക്കൊക്കെ ഈ ഒരു മുഖത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ കരിവാളിപ്പ് വരുന്നൊരു കണ്ടീഷൻ വരിക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് വലിയ തരത്തിലുള്ള ഒരു അസുഖമായിട്ട് മാറില്ല എന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്കൊരാളെ ഫേസ് ചെയ്യാൻ വളരെ പ്രയാസം ഉണ്ടായിരിക്കും. നിൻ്റെ ഫേസിൽ ഏതൊക്കെ നിറമൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇവിടെ പല ഷെയ്ഡ് വന്നിട്ടുണ്ടല്ലോ, മുമ്പത്തേക്കാളും ആ ഒരു ലുക്കിങ് എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് പലപ്പോഴും എന്ത് ചെയ്ത് മറ്റുള്ളവരത് കേൾക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പലതരത്തിൽ ഹോം റെമഡീസുകൾ എടുക്കുന്ന ആളുകളുണ്ട്. പലതും എന്ത് ചെയ്യാറുണ്ട്, സ്വന്തം ഇഷ്ടത്തിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള കുഴിയിൽ ചാടാറുണ്ട്. പലതരത്തിൽ അത് പിന്നീട് മാറിപ്പോകുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെലാസ്മ വരാൻ അല്ലെങ്കിൽ കരിമംഗലം വരാനുള്ള പ്രധാന കാരണം എന്താണ്, എവിടേക്കാണ് ഇത് കാണപ്പെടുക. പിന്നെ ചില ആളുകൾക്ക് ഇപ്പോൾ വെയിലൊന്നും കൊള്ളുന്നുണ്ടായിരിക്കും, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, മെലാസ്മ കരിവാളിപ്പ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് എനിക്കിത് വരാമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് മാറിക്കിട്ടാൻ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ കൊടുവള്ളി. നമ്മുടെ മുഖത്തൊരു കരിവാളിപ്പ് വന്നാൽ തന്നെ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യും, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും അല്ലേ. ആളുകൾ ചോദിക്കും, എന്താണ് മുഖത്തൊരു കരിവാളിപ്പ് വന്നിട്ടുണ്ടല്ലോ, പ്രായമായോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും സംഭവിച്ചു, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. നമ്മുടെ കാലിൽ അല്ലെങ്കിൽ കാണാത്തോടെങ്കിലും ഭാഗത്താണ് എത്ര പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഫേസ് നമ്മുടെ ബോഡിയിൽ അത്രയും സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ഏരിയയാണ്. പെട്ടെന്ന് ആളുകൾ പ്രതികരിക്കുന്ന ഒരു സംഗതി കൂടെയാണ് ഫേസ് കണ്ടിട്ടെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഈ മെലാസ്മ എന്ന് പറയുന്നത് ചെറിയൊരു നേർത്തിട്ടുള്ള ഒരു ബ്ലാക്കിഷ് ഷെയ്ഡ് വരിക, അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു കണ്ടീഷൻ വരിക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ബോർഡർ ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തായിരിക്കാം, ചിലപ്പോൾ കവിളിൻ്റെ ഭാഗത്തായിരിക്കാം, ചിലപ്പോൾ മൂക്കിൻ്റെ ഒരു ഭാഗത്തായിരിക്കാം, ചിലപ്പോൾ ചുണ്ടിന് മുകളിലൊക്കെ ആയിട്ട് ഈ പറഞ്ഞൊരു കരിവാളിപ്പ് വരും എന്നുള്ളതാണ്. ഇത് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി ഇതല്ലാതെയും വരും കേട്ടോ. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഏരിയകളിലല്ലാതെ ചില ആൾക്ക് ചിലപ്പോൾ കൂടുതൽ വെയിൽ കൊണ്ട് സൺ സ്പോട്ടുകൾ വരാം. ചിലപ്പം ഏജിങ്ങിനനുസരിച്ചിട്ട് പലതരത്തിലുള്ള ഡാർക്ക് സ്പോട്ടുകൾ, ചിലപ്പോൾ ബ്ലാക്ക് മോളുകളായിട്ട് വരാറുണ്ട് ചില ആളുകൾക്ക്, ബ്ലാക്കിഷ് കളറായിട്ട്. ചിലപ്പം വേറെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ച്, ചിലപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വരാം, ചിലപ്പോൾ ആക്സിഡൻറ്റിലൊക്കെ മുറിവൊക്കെ സംഭവിച്ചിട്ട് പിന്നീട് അവിടെ ആ മുറിവ് വന്ന ഭാഗത്ത് ചിലപ്പോൾ ഒരു ഡാർക്ക് കളർ വരാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഏജിങ്ങിൽ വരുമ്പോൾ നമ്മൾ കൊളേജനൊക്കെ കുറയുമ്പോൾ പൊതുവേ എന്ത് ചെയ്യും, സ്കിന്നൊന്ന് ഡള്ളായിട്ട് ഒരു ഡാർക്ക് കളറിലേക്ക് പോകുന്ന കണ്ടീഷൻ അങ്ങനെ വരാറുണ്ട്. അത് എസ്പെഷ്യലി ഹൈഡ്രേഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം കൂടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ മുഖത്തുണ്ടാകുന്ന മുഖക്കുരൊക്കെ വന്നിട്ട് നമ്മളെന്ത് ചെയ്യും, അത് പൊട്ടിച്ച് കളയും. പിന്നീട് ആ മുറിവുണ്ടായതിൻ്റെ ഒരു മുഖക്കുരിൻ്റെ ഒരു അഗ്നി മാർക്ക് നമ്മുടെ ഫേസിൽ വരാറുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഒരു ആക്ച്വലി എന്താണ്, ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകൾ പാർട്ടിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ കരിമംഗലത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മെലാസ്മയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നെറ്റിയിൽ അല്ലെങ്കിൽ കവിളിലൊക്കെ ഒരു സിമ്മട്രിക്കലി ആയിട്ട് ഓൾമോസ്റ്റ് എന്ത് ചെയ്യും, ഫേസിലൊക്കെ പല ഭാഗങ്ങളിലും അത് എന്ത് ചെയ്യാറുണ്ട്, കണ്ടു വരാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിന് പ്രധാന റീസൺ എന്ന് ചോദിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് കളറ് തരുന്നത് എന്താണ്, മെലാനോസൈറ്റ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബ്ലാക്കിഷ് കളറ് നമ്മുടെ സ്കിന്നിന് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെയിലത്ത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ മെലാനിൻ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂട്ടും. എസ്പെഷ്യലി വരാൻ കാരണം എന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ എന്ത് ചെയ്യും, ഈ മെലാനിൻ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂട്ടും. മെലാനോസൈറ്റ് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആകും. അതുമൂലം ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാറുണ്ട്, സ്കിന്ന് ഡാർക്കായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന റീസൺ എന്നുള്ളത്. ഒന്നെന്താണ്, വെയിലത്ത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായിട്ട് ബാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടും ഈ പറഞ്ഞതുപോലെ മെലാസ്മ വരാറുണ്ട് എന്നുള്ളതാണ്. ഈ മെലാനിൻ, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ മെലാനിൻ പ്രൊഡക്ഷൻ ഏതൊക്കെ സമയത്ത് കൂടുന്നുണ്ടോ ആ സമയത്തൊക്കെ ഈ പറഞ്ഞതുപോലെ കരിമംഗലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന് നമ്മൾ അൾട്രാവയലറ്റ് രശ്മികളാണ്. രണ്ടാമത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്, ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. PCOD ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഫേസൊക്കെ കരിവാളിപ്പ് വന്നു പോകാറുണ്ട്. അതേപോലെ
തന്നെ പ്രഗ്നൻസി സമയത്ത് എസ്പെഷ്യലി എന്ത് ചെയ്യാറുണ്ട്, ഫേസിൽ ഒരു ബ്ലാക്കിഷ് ഒരു കളർ ചേഞ്ച് വന്ന് പോകാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സമയത്തൊക്കെ പ്രൊജസ്ട്രോണും ഈസ്ട്രോജൻ്റെ ഹോർമോണിലൊക്കെ എന്ത് ചെയ്യും, എലിവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ ഇത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, മെലാനോസൈറ്റസിൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കും, മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ മെൻസ്ട്രൽ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്, ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്, അതേപോലെ തന്നെയാണ് IPL യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലെ, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകളായിട്ടുള്ള IPL ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ IPLൻ്റെ പ്രത്യേകത എന്താണ്, മോസ്റ്റ്ലി എന്താണ്, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യും, മെലാസ്മ, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കരിവാളിപ്പ് മുഖത്ത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, ഈ വെയിലത്ത് പോയിട്ടിരിക്കണം എന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്, IPL യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ PCOD പ്രശ്നമുള്ള ആളുകൾക്ക്, പ്രഗ്നൻസി ഉള്ള ആളുകൾക്കൊക്കെ ഈ കരിവാളിപ്പ് മുഖത്ത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇത് കൂടുതലായിട്ടും എന്ത് ചെയ്യാറുണ്ട്, സ്ത്രീകളിലാണ് കമ്പാരിറ്റീവ്ലി വരാറുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ട് അവർക്ക് വരാറുണ്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആക്ഷൻ കാരണമായിട്ട് ഈ പറഞ്ഞതുപോലെ മെലാനോസൈറ്റ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ്. സ്ട്രെസ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ചൂടൊന്നും വേണ്ട, ഇനി വെയിലൊന്നും വേണ്ട, നമ്മളെന്ത് ചെയ്യണം, നല്ല ചൂടുള്ള ഹ്യൂമിഡിറ്റി ഉള്ള ഒരു ഏരിയയിൽ, നല്ല ചൂടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുള്ള ഹ്യൂമിഡിറ്റി കാരണമായിട്ടും എന്ത് ചെയ്യും, മെലാസ്മ വരും എന്നുള്ളതാണ്. കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മെലാനോസൈറ്റ് എന്ത് ചെയ്യും, അത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, ഈ കരിവാളിപ്പ് നല്ല രീതിയിൽ ഫോം ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പല കാരണങ്ങളെ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ ഡൾനെസ് വരും, അതുപോലെ നല്ല രീതിയിൽ കരിവാളിപ്പ് വരും എന്നുള്ളതാണ്. കേവലം എന്ത് മാത്രമല്ല, നമ്മുടെ സൺലൈറ്റ് മാത്രമല്ല ഇതിന് കാരണമാകുന്നുള്ളതല്ല. അപ്പോൾ ഇത് മാറിക്കിട്ടാൻ ഏതൊക്കെ വഴികളിൽ നിന്നാണ്, പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്ന് നമുക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കാം, അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് മാറി നിൽക്കാം, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന കണ്ടീഷനൊക്കെ നമുക്ക് പരമാവധി എന്ത് ചെയ്യണം, മാറി നിൽക്കേണ്ടതുണ്ട്. അതേപോലെ PCOD പ്രശ്നങ്ങൾ, ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. നല്ല ഹെവി വെയിറ്റ് ഉള്ള ആളെന്നുണ്ടെങ്കിൽ നിർബന്ധം എന്ത് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കാനൊക്കെ ശ്രദ്ധിക്കാതുണ്ട്. അപ്പോൾ ഏതാണോ റീസൺ എന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പരിഹാരം കാണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. അത് എസ്പെഷ്യലി SPF 30, മിനിമം 30 എങ്കിൽ 50 എങ്കിലും വേണം. അതെന്ത് ചെയ്യുക, നമ്മൾ PA 3+ എങ്കിലുള്ള നല്ല സൺസ്ക്രീൻ എന്ത് ചെയ്യുക, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണം. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന മുമ്പ് നല്ലൊരു ഫേസ് വാഷ് നമ്മൾ ചെയ്യുക. നമ്മൾ സ്കിന്നിന് പറ്റിയത് എന്ത് ചെയ്യണം, ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ എന്ത് ചെയ്യുക, നമ്മുടെ ഫേസിൽ നല്ലൊരു ഹൈഡ്രേഷൻ നിലനിർത്തുക, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൺസ്ക്രീനും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ സൺസ്ക്രീൻ എപ്പോഴും എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ PA 3+ മിനിമം വേണം. അതുപോലെ SPF 50 മിനിമം ഏറ്റവും 30+ എങ്കിലും വേണം. അത് മസ്റ്റാണ്. എങ്കിലും നമുക്ക് ആ ഒരു അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ സ്കിന്നിന് യോജിച്ചതാണോ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാങ്ങുന്ന സമയത്ത് എല്ലാ പ്രൊഡക്റ്റും നമ്മൾ മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്നത്, നമ്മൾ മറ്റൊരാൾ പറഞ്ഞത് കേട്ടത് നമ്മൾ അപ്ലൈ ചെയ്യരുത്. നമ്മുടെ സ്കിന്നിന് പറ്റിയതാണോ എന്നുള്ളത് നോക്കൽ വളരെ വളരെ അത്യാവശ്യമാണ്. യൂസ് ചെയ്യുന്ന മുമ്പ് എന്തെങ്കിലും ഒരു ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെറുതായിട്ട് എവിടെയെങ്കിലും നമ്മുടെ ചെവിയുടെ പിൻഭാഗത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് കാണാത്തൊരു ഏരിയയിൽ ചെറിയ രൂപത്തിൽ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷനോ അലർജീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഫേസ് ഭയങ്കര സെൻസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സൺസ്ക്രീൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ദിവസം 2 മണിക്കൂറെങ്കിലും മിനിമം ഇടവിട്ട് എന്ത് ചെയ്യണം, റീ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കൽ വളരെ അത്യാവശ്യം. എങ്കിൽ സൺസ്ക്രീൻ കൃത്യമായിട്ട് നമുക്ക് ശരീരത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കി തരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സൺസ്ക്രീൻ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്യുക. അതുമാത്രമല്ല, ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, റെറ്റിനോൾ പോലെയുള്ളത്, അതുപോലെ
ആൽഫ ആർബ്യൂട്ടിൻ വരുന്ന പോലെയുള്ള അതേപോലെ കോജിക്കാസർ പോലെയുള്ള കണ്ടൻറ്റൊക്കെ വരുന്ന എന്ത് ചെയ്യുക സിറമുകൾ ക്രീംസുകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എന്ത് ചെയ്യും നമ്മുടെ ഒരു ഡൾനെസ് കുറയ്ക്കാനും ബ്രൈറ്റ്നെസ് വരുത്താനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഫിസിഷ്യൻ്റെ സഹായം സ്വീകരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വളരെയധികം വേസ്റ്റായിരുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കും. എല്ലാ പ്രൊഡക്റ്റും എല്ലാ സ്കിന്നിനും യോജിച്ചതല്ല എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ക്രീമുകളും സിറങ്ങളും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള മാസ്കുകൾ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഹോം റെമഡീസ് വളരെ നല്ലതാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ഫിസിഷ്യനോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ സ്കിന്നിൻ്റെ pH-ലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ തക്കാളി നീരോ അതല്ലാന്നുണ്ടെങ്കിൽ തൈരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിന് പറ്റിയ pH അല്ലാന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ പരിഗണിക്കണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഒരു ഫിസിഷ്യൻ്റെ സഹായത്തോട് കൂടായിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽ പീലിങ്ങുകൾ പോസിബിൾ ആണ് അല്ലേ. ഡെഡ് സ്കിന്ന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാനും പുതിയ സ്കിന്ന് ഗ്രോ ചെയ്യാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ലേസർ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും പ്രൊഫഷണലി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ്റെ അടുത്ത് മാത്രം പോയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ട്രീറ്റബിൾ ആണ്. നമുക്ക് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് നല്ല ബ്രൈറ്റ്നസ് സ്കിന്നിന് വരുത്താൻ പറ്റും. അതിൻ്റെ സിറംസുകളും ക്രീംസുകളും ലേസർ ട്രീറ്റ്മെൻറ്റുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോജിക് ആസിഡ് പോലെയുള്ള ആൽഫ ആർബിറ്റം പോലെയുള്ള റെറ്റിനോൾ പോലെയുള്ള പല ഗ്ലൈക്കോലിക് ആസിഡ് പോലെയുള്ള പല തരത്തിലുള്ള കണ്ടൻസുകളൊക്കെ ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഫിസിഷ്യൻ്റെ ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ്. സ്കിന്നാണ്, വളരെ സെൻസിറ്റീവാണ്. വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് പോസിബിളാണ്. നമുക്ക് 100% മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നതും തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാനുമൊക്കെ താല്പര്യമുള്ള ആളുകൾ, കരിമങ്ങളിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുത്തുന്ന കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടുതലൊക്കെ അറിയണം, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നത്. നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു കേസും കൂടെയാണ്. അപ്പോൾ കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.